പൊസൂഷൻ ഏതാ ഇഷ്ടം? എനിക്ക് ഒരു കാല് അവിടെ വിഷ്ണു ഒരു കാല് ഇവിടെ വെക്കുക, എന്നിട്ട് അവൻ ഇങ്ങനെ കുത്തി നിൽക്കുക, എന്നിട്ട് ഇങ്ങനെ അടിക്കുക. അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊരു നല്ല ഫീലിങ്സ് ആണ്. അതിഷ്ടം. ഓക്കെ. പിന്നെ 2 കുഞ്ഞി നിൽക്കുക, അത് 2. പിന്നെ തേങ്ങ കുഴപ്പമില്ല, എനിക്ക് ഇത്ര ഇൻട്രസ്റ്റ് ഇല്ല. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഇത് 2ആണ്. പിന്നെ നമ്മൾ നിന്നിട്ടടിക്കുമല്ലോ, നിന്നിട്ടടിക്കണം. അതായത് ഒരു കാലെടുത്ത് പൊക്കി മേശയുടെ പുറത്ത് വെക്കുകയെ, അല്ലെങ്കിൽ ഒരു കാല് പൊക്കി ജനലിന്റെ പൊക്കി വെക്കുകയെ, അല്ലെങ്കിൽ അടുപ്പം കല്ലിന്റെ മേലിൽ എടുത്ത് വെച്ചിട്ട് താഴെ നോക്കി തരും. അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതൊക്കെ പൊളിയാ. യു ഓപ്പൺ മൈൻഡ്, അതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. ഓ മൈ ഗോഡ് വിഷ്ണു, സത്യടാ, നീ ഒന്ന് ശ്രമിച്ചു നോക്കണം. ബിരുവ സംസാരിക്കാൻ പറ്റുമോ? വാട്സപ്പിൽ കോൺടാക്ട് ചെയ്താൽ മതി. നമ്പർ 055 99 29 503 വിളിച്ചാൽ ഞാൻ എല്ലാം ഓപ്പണായിട്ട് കാണിച്ചു തരും. പിടിക്കുമ്പോൾ സുഖമില്ല, എനിക്ക് എന്താണെന്നറിയില്ല. പിടിക്കുമ്പോഴേ രോമാഞ്ചം. സത്യം പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മൂട് വരത്തില്ല. പക്ഷേ ഉണ്ടല്ലോ, KPMA ഇങ്ങനെ പറയാൻ കഴിയുന്നുണ്ടല്ലോ. ഞാൻ പറയും ചേട്ടാ, സത്യം എനിക്ക് എന്താണെന്ന് എൻ്റെ ഫ്രണ്ട്സുകൾക്ക്, ഒട്ടുമിക്ക ആൾക്കാർക്ക് സത്യാവസ്ഥ എന്താണെന്ന് എല്ലാവർക്കും പറയും. പക്ഷെ എനിക്ക് എന്നെ ബാധിച്ച് വിഷയമുള്ള കേസൊന്നുമല്ല. ഓക്കെ ഞാൻ വരാം. വിഷ്ണു ഒക്കെ വന്നു കഴിഞ്ഞാൽ എൻ്റെ വിഷ്ണു നിന്റെ തല ആദ്യം പിടിച്ചിട്ട് ഞാൻ നിന്നെ അയ്യോ ഇവിടെ വെക്കല്ല കേട്ടോ, പേടിക്കല്ല ചേച്ചി അങ്ങനെയൊന്നും ചെയ്യില്ല. നിന്റെ തല പിടിച്ചിട്ട് ഞാൻ എന്താക്കും, ഇവിടെ കയറ്റി വെക്കും, ഇവിടെ വീടിൻ്റെ തല. എന്നിട്ട് വീടിങ്ങനെ അമർത്തും. എന്നിട്ട് വീട് തലേനെ കുത്തിയല്ല. നീ എവിടെയാ ഫ്രീ? നിന്റെ പോടാ, എന്നോടാണോ? ഞാനും വരാം. നമ്പർ 055 99 29 5. ഇരിക്കുന്നവർ ടാപ്പ് അടിച്ചാൽ ഞാനൊരു സൂത്രം കാണിച്ചു തരാം. ഒരു 10K ടാപ്പ് വന്നു കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു സൂത്രം കാണിച്ചു തരാം. സീരിയസ്ലി 10K. എല്ലാവരും ടാപ്പ് അടിച്ചേ. ടാപ്പ് അടിക്ക്, ഡബിൾ ടാപ്പ് അടിക്ക്. ടാപ്പ് അടിച്ച് 10K ആക്കി താടോ. ഒരു മദർ എടാ. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇന്ന് വന്ന ഓക്കെ ഞാൻ അടിക്കാം. ഓക്കെ ടാപ്പ് അടിക്കി, ഡബിൾ ടാപ്പ്. ഇവ കുറെ നേരത്തെ ചെമ്പരത്തി പൂവിന്റെ റോസ്. എടാ നിനക്ക് ഇത്രക്ക് ഇഷ്ടമാണോ? എൻ്റെ ഷോപ്പിലേക്ക് വാടാ, നല്ല പൂവുണ്ട് അവിടെ. അല്ല ഞങ്ങളുടെ ഷോപ്പിലൊരു ആന്ധ്രക്കാരി വന്നിട്ട് ചമ്മണി ഇത്ര വണ്ണമുണ്ട്. കുണ്ടിയാണെങ്കിൽ ഒരു 1.5 കുണ്ടി. പക്ഷെ അതുക്കും മേലെ അവളുടെ ഫ്രണ്ട് ഇങ്ങനെ തള്ളി നിൽക്കുക. ഫ്രണ്ടല്ല, സാധനം ഇങ്ങനെ തള്ളി നിൽക്കും. ലെഗിൻസ് ഒക്കെ ഇട്ടിട്ടുണ്ടല്ലോ, ഇവിടെ മരിയുള്ള ബനിയിലിട്ടോണ്ട് ഒരു KPMA ഇവിടെ മരമുള്ളത്. എന്നിട്ട് ഇന്ന് ആ പെണ്ണിന് 6 കസ്റ്റമർ കിട്ടി മൊത്തം. ആ പെണ്ണിനോട് പറയാം, എൻ്റെ ചേച്ചി എനിക്ക് ഇന്ന് കസ്റ്റമർ വേണ്ട. ഞാൻ എന്തിയപ്പ 6 കസ്റ്റമർ കിട്ടിയില്ല. എല്ലാവരും എൻ്റെ കസ്റ്റമേഴ്സൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? അതിൽ ഒരുത്തൻ കുത്തിക്കയറ്റി അടിച്ച് ബാക്കി 5 വേറെ കസ്റ്റമർ ആയിരുന്നു. ഞാൻ പറഞ്ഞു എങ്ങനത്തെ കസ്റ്റമർ ആയിരുന്നു എന്ന് ചോദിച്ചു. എൻ്റെ ഫോണിൽ കോൺടാക്ട് ചെയ്യുന്ന മൈനമരല്ലേ പോണത്. ഓക്കെ, അപ്പം ഏതാ നമുക്കറിയില്ല. അപ്പം ഞാൻ ചോദിച്ചു പടാക്ക. അപ്പം ഞാൻ ചോദിച്ചു എങ്ങനെ ഉണ്ടായിരുന്നു കസ്റ്റമർ എന്ന് ചോദിച്ചു ഞാൻ. അപ്പം പറഞ്ഞു ചേച്ചി അപ്പം വെച്ച് മുളകൊക്കെ പാത്ത് ചെയ്തിട്ട് എനിക്കത് കേട്ടപ്പോൾ ഭയങ്കരമായിട്ട് രോമാഞ്ചം കയറി. പക്ഷെ എനിക്കും മൂടായി. സത്യം ആ പെണ്ണിന്റെ സുഖം അല്ല. പിന്നെ നിങ്ങൾ എന്താ വിചാരിച്ചേ? സാലറി കിട്ടിയിട്ട് വേണം വിജി ചേച്ചി ഒന്ന് കാണാൻ. അടിയിൽ തല വെച്ച് ഉറങ്ങാൻ സമ്മതിക്കുന്നു. വേഗം പാടിയ കുട്ട. അയ്യോ ഞാൻ സമ്മതിച്ച് തന്നിരിക്കുന്നു. തീർച്ചയായിട്ടും വരണം, വരാതിരിക്കരുത്. എത്ര മണിക്കൂർ വേണമെങ്കിലും വെച്ചോ, നോ പ്രോബ്ലം. ഞാൻ സമ്മതിക്കും. ഞാൻ സമ്മതിച്ചു മുത്തേ, നീ വരണം. നീ വന്നിട്ട് ചേച്ചിയുടെ അടുത്തുകൊണ്ട് വാ. എൻ്റെ പോയി ഞാനും വരും. തല വെക്കാനോ? എനിക്ക് താഴെ തല വെക്കുന്നത് ഇഷ്ടമല്ല. എനിക്കത് ഒട്ടും ഇഷ്ടമല്ല. എനിക്ക് ഇവിടെ വേണം തല വെച്ച് വിടുന്നു, നോ പ്രോബ്ലം. എനിക്കിഷ്ടം സെക്സിൽ എനിക്ക് സെക്സിനകത്ത് ഒരു കാര്യം മാത്രമേ ഇഷ്ടമുള്ളൂ. അത് ചെയ്യുമ്പോൾ നല്ല രീതിയിൽ ചെയ്യണം. അത് കാര്യമില്ല. നല്ല രീതിക്ക് സമയമെടുത്ത് നല്ല സോഫ്റ്റായിട്ട്, അല്ലാണ്ട് വേദനിപ്പിച്ചിട്ട് ചെയ്യരുത്. അപ്പം എൻ്റെ സുഖം വരും. എനിക്ക് അപ്പം ടെൻഷൻ വരും. എന്ത് മയരാന്ന് വിളിക്കും.
നല്ല സ്ലോയില് ഞാൻ ലിക്കിലൊക്കെ കൂട്ടി എന്തായിരിക്കും ബീച്ച് ചേച്ചിക്ക് ഇഷ്ടം എന്ന് പറയാൻ പറ്റും. നിങ്ങൾ 641 പേര് പറയണം എന്തായിരിക്കും ബീച്ച് ചേച്ചിയുടെ ഫേവറേറ്റ് ഇഷ്ടം. ഫേവറേറ്റ് ഏതാ? കഴുത്തിലെ വെച്ചേ പൂവ് പറയൂ ചേട്ടാ, ഏതായിരിക്കും ക്വീസ് പ്ലീസ്. കൊണ്ട് ആശ എടാ അതൊന്നും അല്ലടാ. പോയി അല്ല ആശുപ ചേച്ചി കേൾപ്പി പാടുന്നു. ബിജുയുടെ ചെവിയിൽ ഉമ്മ വെക്കൽ. അയ്യേ, ഏതായിരിക്കും ക്വീസ്? മനസ്സിലെങ്കിലും ഉത്തരം പറയാൻ പറ്റുമോ? ആശുപ ചേച്ചി കൂട്ടിന് ഇവിടെ നിങ്ങൾ നിൽക്ക് പ്ലീസ്. ഇവിടെ എല്ലാം ഫേക്കന്മാരാ. നിങ്ങൾ ഇവിടെ ഇരുന്നിട്ടെല്ലാം ഒന്ന് താങ്ങിത്താ പ്ലീസ്. ഏതായിരിക്കും ബീച്ച് ചേച്ചിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം? അതെനിക്ക് കിട്ടിയാൽ മാത്രമേ ഞാൻ നല്ല ഹാപ്പി ആവുള്ളൂ. ഏതായിരിക്കും ക്വീസ്? ഇവിടെ ഉണ്ട് മുല ചപ്പ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സാധനം അത്. ഞാൻ കൊടുക്കേയില്ല, ചേച്ചി ഇഷ്ടമല്ല. എനിക്ക് വേദന എടുക്കും. ഡോണ്ടു അത് മാത്രം ചേച്ചി കൊടുക്കില്ല. വിരൽ ഉപയോഗം എൻ്റെ അമ്മ അവിടെ ഇറക്കാടുന്നു. ഇഷ്ടമുള്ള സംഭവമാണ് അതൊക്കെ. എടാ എനിക്കൊന്നും ഇഷ്ടമല്ല ആ നെറുകയിൽ ചുമ്മികൾ അല്ല കഴുത്തിന്റെ സൈഡ്. എനിക്ക് ഏറ്റവും ഇഷ്ടം ആ ചെവി, ആ കഴുത്ത്. റമിസിക്ക പിന്നെ ഇവിടെ അത് നാക്കും കൊണ്ട് വേണം കേട്ടോ, ചുണ്ടും കൊണ്ട് പോരാ. നാക്കും കൊണ്ട് ചെയ്യണം. ചെവിയുടെ ഉള്ള്, ലിപ് ലോക്ക്, മൂക്ക്, കണ്ണ്, ഇവിടം. ഇവിടുന്ന് അങ്ങോട്ട് പോകണമെന്ന് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. കുണ്ടി അടിക്കും ആ പൊക്കോള് കുയിസ് പൊക്കോ. ഇത് ചാപ്റ്റർ കഴിഞ്ഞു. മൂട് പോയി. ബിജി പോസ്. ആര് വരണം? ഇല്ലെങ്കിലും പടക്കണം. എടാ ഞാനൊന്ന് കരഞ്ഞു വിളിച്ച് ചേട്ടാ എന്നെ ഒന്ന് സൂചിപ്പിച്ച് താ ചേട്ടാ എന്ന് പറഞ്ഞ ഇവിടെ ആളെത്തും. ഓക്കെ എനിക്ക് പൊങ്ങുന്നില്ല, നിനക്ക് പൊങ്ങുന്നില്ലെങ്കിൽ ഒരു കാര്യം ചെയ്യും. കുറച്ച് കാന്താരമുളക് കുണ്ടിമേയും സാമാന്യത്തിന് തുളമേയും കിട്ടിയിരിക്കും. നല്ലപോലെ മുന്തിക്കും. 4 അമ്മയ്ക്ക് മുന്തിക്കും. ഓക്കെ 10K ആയി. 10K ആയോ? എന്റെ മാതാവേ. എടാ മുറിച്ചറക്കം വന്ന് ചെപ്പിലൂടെ കഴിച്ചടാ. അയ്യോ എടാ ഭയങ്കര കടി. മിസ്സക്ക എനിക്ക് പറ്റണേ ഇല്ല. ഞാൻ ആശുപത്രിയിൽ പറഞ്ഞില്ലേ, ഞാൻ അതാ വൈകിയേ. ചേച്ചി ആ മാല ഒന്ന് തരുമോ? പണയം വെച്ചിട്ട് തിരിച്ചു തരാം. നീ വേണമെങ്കിൽ ഊരിയെടുത്തോപ്പാ. ഇവിടെ വന്നിട്ട് നിനക്ക് കഴുത്തേന്ന് ഊരിയെടുക്കണം. നീ ഫ്രീ ആയിട്ട് വാ. നിനക്ക് ഞാൻ ഫ്രീ ആയിട്ട് തരാം. മാത്രം ഊരിയാ പോരാ. ഞാൻ നിനക്ക് അങ്ങോട്ട് പൈസ തരും. നീ വരുമോ? നിനക്ക് ഞാൻ അങ്ങോട്ട് 500 ദിർഹംസ് തരാം. ഞാൻ പറയണത് ചെയ്തു തരൂ. ഞാക്കടുത്ത് ട്രോളല്ലേ. അയ്യോ ഞാൻ ചുമ്മാ പറഞ്ഞേട്ടാ. മനോജ് സർ എന്നും ഒന്ന് വിളിക്കുമോ? ഇപ്പോൾ കസ്റ്റമർ കുറവാണോ? നിന്റെ അപ്പ വന്നു മോനെ. എനിക്ക് ആവശ്യമില്ലാത്ത കസ്റ്റമറാണ് ഞാൻ എടുക്കാറുമില്ല. ഓക്കെ.